തൃശൂർ വാടാനപ്പള്ളിയിൽ ബി.ജെ.പി. വിതരണത്തിനായി തയ്യാറാക്കിയ 2000-ഓളം കിറ്റുകൾ കൊണ്ടുപോകുന്നത് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. എൽ.ഡി.എഫ് പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയതോടെ സ്ഥലത്ത് സംഘർഷമുണ്ടായി. ബി.ജെ.പി. പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്ന് ടി.എൻ. പ്രതാപൻ ആരോപിച്ചു. ഇതിനിടെ സ്ഥലത്തുണ്ടായിരുന്ന നടനും ബി.ജെ.പി. നേതാവുമായ ദേവനെതിരെ പ്രതിഷേധമുയർന്നു. കിറ്റ് തയ്യാറാക്കിയ സൂപ്പർമാർക്കറ്റ് ഉടമ പ്രവീൺജിത്തിനെയും ഓർഡർ നൽകിയ വാടാനപ്പള്ളി സ്വദേശിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സൂപ്പർമാർക്കറ്റ് ഗോഡൌണിലെ CCTV ദൃശ്യം പരിശോധിക്കും. എന്തായാലും വലിയൊരു സംഘർഷ സാധ്യതയിലേക്ക് നേരത്തെ ഈ കിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയിരുന്നു. സ്ഥലത്ത് സംഘർഷമുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വോട്ടിന് കിറ്റ് എന്നൊരു ആരോപണവുമായിട്ടായിരുന്നു എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ആദ്യം എത്തിയത്. അതിന് പിന്നാലെ LDF പ്രവർത്തകരും അവിടെ എത്തി വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തി. ഇപ്പോൾ ഏകദേശം 2000-ലധികം കിറ്റുകൾ ആണ് അവിടെ ബി.ജെ.പി. ഒരുക്കിയിരുന്നത്. എന്തായാലും ഇത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് UDF സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ എന്തായാലും തടഞ്ഞത്. നടരാജ് പരശുരാം കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. നടരാജ്, എന്തായാലും ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ ഇപ്പോൾ അറസ്റ്റിലായി എന്നതാണല്ലോ പ്രധാനപ്പെട്ട വാർത്ത. എപ്പോഴാണ് ഇയാൾ അറസ്റ്റിലായത്? അതോടൊപ്പം തന്നെ നിലവിൽ അവിടെയുള്ളൊരവസ്ഥ എന്താണ്? നടരാജെ, കേൾക്കാമോ? ഇവിടെ ഇപ്പോൾ സംഘർഷാവസ്ഥയില്ല. പക്ഷേ രണ്ട് വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകരും ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ഭാഗത്ത് NDAയുടെ പ്രവർത്തകരും ഈ ഭാഗത്ത് UDF പ്രവർത്തകരും മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ധാരണയായിരിക്കുന്നത് ഇവിടെയുള്ള CCTV ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കും. CCTV പരിശോധിക്കുമ്പോൾ 3 മുന്നണികളുടെയും നേതാക്കൾ അവിടെ ഉണ്ടാവും. അതിൽ ആരോപിക്കപ്പെടുന്ന പോലെ BJP നേതാക്കൾ ദേവൻ ഉൾപ്പെടെ ആരെങ്കിലും ഈ കിറ്റ് നിർമ്മാണത്തിന് മറ്റും നിർദ്ദേശം നൽകുന്നതോ പോകുന്നതോ കാണുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. അതങ്ങനെയല്ലെങ്കിൽ അവരെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കും. ഈ തരത്തിലാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ കിറ്റ് വിതരണം നടക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതും ഇവിടെ ചില UDF LDF പ്രവർത്തകർ വന്ന് പരിശോധന നടത്തിയത്. ഇവിടെ 2000-ഓളം ഇത്തരത്തിലുള്ള കിറ്റുകൾ ഇവിടെ തയ്യാറാക്കപ്പെട്ടതായാണ് കണ്ടെത്തിയത്. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അവരിവിടെ ഒന്ന് പരിശോധന നടത്തുകയും ചെയ്തു. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇവിടെ വേദിയായി ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തി. 2 വിഭാഗത്തിലുള്ള പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു സ്ഥിതിയുണ്ടായി. ഇടയ്ക്ക് നടൻ ദേവൻ പുറത്തു വരാൻ ശ്രമിച്ചതും ഭാരത് മാതാ കി ജയ് വിളിച്ചതും അവസ്ഥ കൂടുതൽ സംഘർഷഭരിതമാക്കി. വലിയ തർക്കങ്ങളും മറ്റുമുണ്ടായി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ഗോഡൌണിന്റെ ഉടമയും അതുപോലെ തന്നെ ഈ കിറ്റുകൾ ഓർഡർ ചെയ്ത വാടാനപ്പള്ളി സ്വദേശിയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഇപ്പോഴും തുടരുകയാണ്. കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. എന്താണ് ധാരണയായിരിക്കുന്നത്? ഇപ്പോൾ തീരുമാനം CPM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രതിനിധികൾ വിളിച്ചു. നമ്മൾ 5 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. 1, കടക്കാരനെ അറസ്റ്റ് ചെയ്യണം. അത് അംഗീകരിച്ച് കടക്കാരൻ. 2, കൊണ്ടുപോകാൻ പാക്ക് ചെയ്ത സാധനങ്ങൾ കൊണ്ടുപോകണം, എടുത്തു. 3, സ്ഥാപനം സീസ് ചെയ്യണം. ആ 3 ചേരും. അതാണ് ഇലക്ഷൻ കമ്മീഷൻ. അതിപ്പോ ലാസ്റ്റ് ഈ 2 ഞങ്ങൾ സെലിബ്രേറ്റഡല്ല. BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹം സെലിബ്രേറ്റ് അല്ല. മറ്റത് മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി. CCTV പരിശോധിച്ച് അവരെ പങ്കാളിത്തമുണ്ടെങ്കിൽ അവരെ കേസിലെ പ്രതിയാക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചേ, അവരൊന്നും സാധനം പാക്ക് ചെയ്യില്ലല്ലോ. ചെയ്യണമെന്നൊരു ആവശ്യം തന്നെയാണ് അവിടെ നിന്നും ഉയരുന്നത്. ഏറ്റവും ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ കിറ്റ് തയ്യാറാക്കിയ സൂപ്പർ മാർക്കറ്റ് ഉടമയും മറ്റൊരാളും ഇതിലിപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നതാണ്.